ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്വാമിജിക്കും വേദിയിലിരിക്കുന്ന മറ്റ് ഗുരുജനങ്ങൾക്കും സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങൾക്കും അമ്മമാർക്കും സഹോദരീ സഹോദരന്മാർക്കും നമസ്കാരം. ഭാരത ചരിത്രത്തിലെ നവഭഗീരഥനാണ് സ്വാമി വിവേകാനന്ദൻ. നമ്മുടെ ആധുനിക ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതുവസന്തത്തിൻ്റെ വിളംബരമായിരുന്നു 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ നടന്നത്. പക്ഷേ നാം അധികം ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ചിക്കാഗോയിൽ മതമഹാസമ്മേളനം നടത്തുവാൻ വേണ്ടി ആയിരുന്നില്ല അവിടുത്തെ ആഘോഷങ്ങളും പരിപാടികളും. അനേകം പരിപാടികളിൽ നടന്ന ഒരു കാര്യം മാത്രമാണ് മതമഹാസമ്മേളനം. അവിടെ നടത്തിയത് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷിക ആഘോഷമാണ് ചിക്കാഗോയിൽ നടന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തെ തകർത്തതിൻ്റെ ആഘോഷം, അമേരിക്കയിലെ പ്രാചീന ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്തതിൻ്റെ ആഘോഷം, അമേരിക്കയെ സമ്പൂർണമായും പാശ്ചാത്യവൽക്കരിച്ച് മതവൽക്കരിച്ച് ശരിയായ അമേരിക്കയുടെ അന്ത്യം കുറിച്ചതിൻ്റെ ആഘോഷം കൊളംബിയൻ എക്സ്പോസിഷൻ എന്ന പേരിൽ നടത്തുകയായിരുന്നു ചിക്കാഗോയിൽ ചെയ്തത്. ആ കൊളംബിയൻ എക്സ്പോസിഷൻ എന്ന് പറയുന്ന പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ ആഘോഷത്തിൻ്റെ വിവിധ പരിപാടികളിലെ ഒരു വേദി മാത്രമായിരുന്നു മതമഹാസമ്മേളനം. നാം ഈ 150-ാം വർഷം സ്വാമി വിവേകാനന്ദൻ്റേത് ആഘോഷിക്കുമ്പോൾ വേണ്ടത്ര കരുതലോടുകൂടിയല്ല ഇനി അങ്ങോട്ടും പോകുന്നതെങ്കിൽ, മുൻപോട്ട് ഗമിക്കുന്നതെങ്കിൽ ഒരു ഗാമ എക്സ്പോസിഷൻ ഭാരതത്തിൽ, കേരളത്തിൽ നടത്തേണ്ട ഗതികേട് വരും. 1498 ഈ നാട്ടിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന, ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ തീരത്താണ് വാസ്കോ ഡി ഗാമ എത്തിയത്. 400 വർഷം കൊണ്ട് അമേരിക്കയെ മുച്ചൂടും മുടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, തകർക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഒരു പക്ഷേ അത്രയും കൊണ്ട് ഭാരതത്തിൽ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതിനുള്ള ശ്രമം, അതിനുള്ള പദ്ധതി, അതിനുള്ള സംവിധാനം അവർ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി. ഒരു ഗാമ എക്സ്പോസിഷൻ നടത്തി ഭാരതത്തെ സമ്പൂർണമായും തകർത്തതിൻ്റെ, കീഴടക്കിയതിൻ്റെ ആഘോഷം നടത്തുന്നതിൻ്റെ സാക്ഷികളായി മാറാൻ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇടവരാതിരിക്കണമെങ്കിൽ നാം സ്വാമി വിവേകാനന്ദൻ്റെയും അതുപോലെയുള്ള മറ്റിതര ഗുരുക്കന്മാരുടെയും വാക്കുകളെ കേൾക്കേണ്ടി വരും, അനുസരിക്കേണ്ടി വരും. അങ്ങനെ അനുസരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ ഈ ഗതികേടിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കും. ഭാരതം നിലനിൽക്കുന്നത് ലോകത്തെ പഠിപ്പിക്കാനാണെന്നാണ് സ്വാമിജി പറഞ്ഞത്. വൈവിധ്യം, ലോകത്തിൽ വൈവിധ്യങ്ങളുണ്ടെങ്കിൽ, സാംസ്കാരിക വൈവിധ്യം, മതങ്ങളുടെ വൈവിധ്യം, ആഘോഷങ്ങളുടെ വൈവിധ്യം, ആചാരങ്ങളുടെ വൈവിധ്യം, ആഹാരങ്ങളുടെ, വിശ്വാസങ്ങളുടെ അനേകം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് ഭാരതം ഉള്ളതുകൊണ്ടാണ്. ഭാരതത്തിൻ്റെ ദർശനം ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. മത ഐക്യത്തിൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുവാനാണ് ഭാരതം നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് ചുവടുവയ്ക്കുന്നത് എന്ന സന്ദേശം ഭാരതീയ മതമൊഴിച്ച്, ഭാരതീയ വേദാന്തമൊഴിച്ച്, ഭാരതീയ ദർശനമൊഴിച്ച് ലോകത്തിൽ മറ്റൊരു മതവും പറയുന്നില്ല എന്ന സത്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മത ഐക്യത്തിൻ്റെ, മതസഹിഷ്ണുതയുടെ അല്ല, മറ്റുള്ള മതങ്ങളെ സഹിക്കുന്നതിൻ്റെ അല്ല, സമന്വയത്തിൻ്റെ സന്ദേശം അത് ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഭാരതം നിലനിൽക്കണം. വേദാന്തത്തിൻ്റെ മഹത്വം ലോകത്തെ പഠിപ്പിക്കുവാനാണ് ഭാരതം നിലനിൽക്കുന്നത്. സ്വാമിജിയുടെ ആഗ്രഹവും പ്രഖ്യാപനവും അതായിരുന്നു.
വേദാന്തത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രസക്തി, അത് ലോകത്തെ പഠിപ്പിക്കണമെങ്കിൽ ഭാരതം നിലനിൽക്കണം, ഭാരതീയത നിലനിൽക്കണം. അതായിരുന്നു നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ, ഋഷീശ്വരന്മാരുടെ മുഴുവൻ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു. അതിന് പക്ഷെ നമ്മളും തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ നാട്ടിൽ ജീവിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും തയ്യാറെടുക്കണം. നാം മതത്തിൻ്റെ കുപ്പായമിട്ട് നടന്നാൽ പോരാ, ആത്മാവിനെ കണ്ടെത്തണം. നാം പലപ്പോഴും ജനസമൂഹങ്ങൾ, ഹിന്ദു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ പലപ്പോഴും മതത്തിൻ്റെ ബാഹ്യമായ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുന്നതിനാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത്. അത് ആവശ്യമാണ്, അനാവശ്യമല്ല. പക്ഷേ അതിനകത്തേക്ക്, ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ, മതത്തിൻ്റെ കുപ്പായത്തിനുള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്തുവാനുള്ള പരിശ്രമം നാം നടത്തിയില്ലെങ്കിൽ നമുക്ക് മുൻപുണ്ടായിരുന്ന അപചയങ്ങൾ, ഉച്ചനീചത്വങ്ങൾ, അധപ്പതനങ്ങൾ ഒക്കെ ഉണ്ടാവും, വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഉച്ചനീചത്വം ഉണ്ടായതാണ് നമ്മുടെ അധപ്പതനത്തിൻ്റെ കാരണം. ജാതി എന്ന, ജാതിയല്ല പ്രശ്നം, ജാതീയതയാണ്. ജാതി പോവുകയില്ല. ജാതിരഹിത സമൂഹം എന്നുള്ളത് വിഡ്ഢികളുടെ സ്വപ്നം മാത്രമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ജാതിയല്ല പോകുന്നത്. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് ലോകത്തെ അറിയാം. അവിടെയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജാതിയുണ്ട്, വംശീയതയുണ്ട്. അതുകൊണ്ട് ജാതിയെ ഇല്ലാതെയാക്കുവാൻ പണിയെടുത്ത് ആയുസ് പാഴാക്കരുത്. ഉച്ചനീചത്വമാണ് ഇല്ലാതെയാക്കേണ്ടത്. അതിനുള്ള പ്രയത്നമാണ് ഉണ്ടാവേണ്ടത്. ജാതിരഹിത സമൂഹം ഉണ്ടാക്കുവാൻ ശ്രമിച്ച് ആയുസ് വെറുതെ കളയാമെന്ന് മാത്രം. മറ്റൊന്ന്, ജാതിരഹിത സമൂഹങ്ങളിൽ ഉച്ചനീചത്വമില്ലേ? ജാതിയില്ല എന്ന് പറയുന്ന ഏതെങ്കിലും നാട്ടിൽ ഉച്ചനീചത്വം ഇല്ലാതിരുന്നിട്ടുണ്ടോ? ജാതിയല്ല ഉച്ചനീചത്വത്തിൻ്റെ കാരണം, അതിന് മറ്റു പലതും ഘടകമായി മാറും. അതുകൊണ്ട് ജാതിരഹിത സമൂഹത്തിന് പകരം ഉച്ചനീചത്വരഹിതമായ ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുവാൻ അത് വേദാന്തം കൊണ്ടേ കഴിയൂ എന്ന് സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ചു. നമ്മുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ ഭൂമിക്ക് മേലുള്ള അവകാശം നഷ്ടപ്പെടാതിരിക്കണം. ഭൂമി നഷ്ടപ്പെട്ടാൽ സർവനാശമാണ്. അതാണ് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാചീന സംസ്കാരങ്ങളെന്ന് നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ച, സർവകലാശാലകളിൽ, കലാലയങ്ങളിൽ പഠിച്ചു പോന്ന സംസ്കാരങ്ങൾ എന്തുകൊണ്ടാണ് ആത്യന്തികമായി ഇല്ലാതെയായത്? ആത്യന്തികമായി സംഭവിച്ചതിൻ്റെ കാരണം അവിടുത്തെ ജനതയ്ക്ക്, അതത് നാട്ടിലെ ജനതയ്ക്ക് അവരുടെ ഭൂമിക്ക് മേലുള്ള അധികാരം നഷ്ടപ്പെട്ടതാണ്, അവകാശം നഷ്ടപ്പെട്ടതാണ്. ഭൂമിക്ക് മേലുള്ള അവകാശം നഷ്ടപ്പെട്ടാൽ സർവ്വതും നശിക്കും എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഈശ്വര പൂജയ്ക്കപ്പുറം രാഷ്ട്രപൂജ നടത്തുവാൻ കാരണം. ഈശ്വര പൂജയ്ക്കപ്പുറം രാഷ്ട്രപൂജ നടത്തിയ സന്യാസിവര്യനാണ് സ്വാമി വിവേകാനന്ദൻ. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭൂമിയെ അമ്മയായി കാണുക. അദ്ദേഹമല്ല, നമ്മുടെ ഋഷിമാർ മുഴുവൻ പറഞ്ഞത് അതാണ്. ഭൂമിയെ പോരാ, ഭാരതത്തെ, ഈ നാടിനെ അമ്മയായിട്ട് കാണുക. സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തവന് ഭൂമിയെ അമ്മയായിട്ട് കാണാൻ കഴിയുമോ? ഇന്നത്തെ അപജയത്തിൻ്റെ കാരണങ്ങൾ, ഡൽഹി പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഭൂമിയെ അമ്മയായിട്ട് കാണാൻ കഴിയുന്ന ഒരു സമൂഹം, സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാവണം. പക്ഷേ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരല്പം മാറ്റം വരുത്തണം. ഇന്ന് നമ്മുടെ ചർച്ച മുഴുവൻ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ, അവളുടെ ചാരിത്രം സംരക്ഷിക്കുവാൻ അനേകം നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ മുഴുവൻ, വാഗ്വാദങ്ങൾ മുഴുവൻ. അതിനപ്പുറം വ്യക്തിയുടെ നിയമത്തിനായിരുന്നില്ല ഭാരതത്തിൽ പ്രസക്തി, പ്രാധാന്യം ഒരു കാലത്തും വ്യക്തിക്കല്ല. സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് വ്യക്തിയുടെ നിലനിൽപ്പിന് ആധാരം. അതുകൊണ്ട് സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമായ ധർമ്മം, നിയമങ്ങൾ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുള്ളത്. സമൂഹം നിലനിന്നാൽ വ്യക്തി നിലനിന്നുകൊള്ളും. വ്യക്തിക്ക് മാത്രമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യവും, ഇന്ന് ആധുനികമായ വികസിതമായ ഒരു രാജ്യവും സാമൂഹികമായി ഐക്യപ്പെട്ടിട്ടല്ല, ധാർമ്മികതയിലല്ല നിലനിൽക്കുന്നത്. വ്യക്തി നിയമത്തിന് പ്രാധാന്യം കൊടുത്ത രാജ്യങ്ങളൊക്കെ സാംസ്കാരികമായി അധപ്പതിച്ചിട്ടുണ്ട്, ശിഥിലമായിട്ടുണ്ട്. ആ ഗതികേട് ഭാരതത്തിന് വരാതിരിക്കണമെങ്കിൽ നാം വ്യക്തി നിയമത്തെക്കുറിച്ച്, വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല, സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എന്താണ് ധർമ്മം, ഏത് ധർമ്മമാണ് പാലിക്കേണ്ടത്, ഇതായിരിക്കണം നാം ചർച്ച ചെയ്യേണ്ടത്.
ഇന്നുള്ള അഴിമതിയും അരാജകത്വവും സംസ്കാര ശൂന്യതയും ഒക്കെ ഇല്ലാതെയാകണമെങ്കിൽ ശരിയായ ഭാരതീയ വ്യക്തി ഉണ്ടാവണം. ആ ശരിയായ ഭാരതീയ വ്യക്തിയെ സൃഷ്ടിക്കുവാൻ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ പരിശ്രമം മുഴുവൻ. മാതൃഭൂമിക്കും സ്ത്രീ സംരക്ഷണത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകിയ മറ്റൊരാളുണ്ടാവില്ല ആധുനിക ഭാരതത്തിൽ. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവർഷം ആഘോഷിക്കുന്ന നമ്മൾക്ക് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല പഠിപ്പിക്കേണ്ടത്, ഭൂമിയുടെ നിയമത്തെക്കുറിച്ചല്ല പഠിപ്പിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. സ്ത്രീയുടെയും ഭൂമിയുടെയും സംസ്കാരം, ഈ നാടിൻ്റെ സംസ്കാരം നിലനിർത്തുവാനുള്ള പ്രയത്നത്തിൽ നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങുമോ എന്നുള്ളതിനാണ് പ്രാധാന്യം. അതാണ് പ്രസക്തമായ ചോദ്യം. ആധുനിക ഭാരതത്തെ രണ്ടാക്കി പകുത്തവനാണ് സ്വാമി വിവേകാനന്ദൻ. നമ്മളൊക്കെ ആണ്ടുമാസം തീയതി എഴുതുമ്പോൾ ക്രിസ്തു വർഷത്തെ വെച്ചിട്ടാണല്ലോ, ക്രിസ്തുവിന് മുൻപുള്ള ചരിത്രം, ശേഷമുള്ള ചരിത്രം. ആധുനിക ഭാരതത്തിൻ്റെ ചരിത്രം ഭാവിയിൽ എഴുതാൻ ശ്രമിച്ചാൽ അതിന് വിവേകാനന്ദ സ്വാമികളെ ഒരു അളവുകോലായിട്ടൊരു നിമിത്തമായി, ഒരു അതിർത്തിയായി കണക്കാക്കേണ്ടി വരും. വിവേകാനന്ദന് മുൻപുള്ള ഭാരതം, വിവേകാനന്ദന് ശേഷമുള്ള ഭാരതം. സ്വാമിജിക്ക് മുൻപുണ്ടായിരുന്ന ഭാരതം ആത്മബോധം നഷ്ടപ്പെട്ട ഭാരതീയൻ്റെ ഭാരതമായിരുന്നു. ആത്മബോധമില്ലാത്തവന് പിന്നെ സംഭവിക്കുന്നത് ആത്മാഭിമാനവും ഉണ്ടാവുകയില്ലല്ലോ. ആത്മാഭിമാനമില്ലാത്തവന് എന്ത് സ്വാതന്ത്ര്യം? അഭിമാനബോധമില്ലാത്തവന് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയുമോ? അതുകൊണ്ട് സ്വാതന്ത്ര്യവും പ്രധാനമല്ല. ആത്മാഭിമാനം നഷ്ടപ്പെട്ട ജനത സ്വാഭാവികമായും അടിമത്തത്തിലേക്ക് വീണുപോയില്ലെങ്കിലേ അതിശയമുള്ളൂ. ആത്മബോധം നഷ്ടപ്പെട്ട, ആത്മാഭിമാനം നഷ്ടപ്പെട്ട, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ജനതയായിരുന്നു സ്വാമിജിയുടെ കാലത്തിന് മുൻപുള്ള ഭാരതം. അങ്ങനെ ഉണ്ടാകുവാൻ കാരണവുമുണ്ട്. നൂറ്റാണ്ടുകളായിട്ടുള്ള പരിശ്രമം, പാശ്ചാത്യൻ്റെ പരിശ്രമം, സ്വാമിജിക്കും ഏതാനും ദശാബ്ദങ്ങൾക്ക് മുൻപ് ആധികാരികമായി ആരംഭിച്ച വ്യവസ്ഥയും ഒക്കെ ഈ ഒരു ഗതികേടിലേക്ക് ഭാരതീയനെ, വിശേഷിച്ചും സാക്ഷരനെ, വിദ്യാഭ്യാസമുള്ളവരെ മാറ്റിത്തീർക്കുവാൻ ഇടയായി. നമ്മളെ പഠിപ്പിച്ചതെന്താ? ലോകത്തിലെ ഏറ്റവും പ്രാകൃത ജനത ആരാ? ഭാരതീയരല്ലേ? ഹിന്ദുക്കളല്ലേ? ലോകത്തിലെ ഏറ്റവും ദരിദ്രവാസികൾ ആരാ? ഹിന്ദുക്കളല്ലേ? ഒന്നുമില്ലാത്തവർ, പണമില്ലാത്തവർ, വീടില്ലാത്തവർ, സമ്പത്തില്ലാത്തവർ. ദരിദ്രവാസികളുടെ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഭാരതമെന്ന എല്ലാ പണ്ഡിതന്മാരും ഭാരതത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചത്, പഠിപ്പിക്കുവാൻ ശ്രമിച്ചത്, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പൂർവികന്മാരെ പഠിപ്പിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. പോരാ, ലോകത്തിലെ ഏറ്റവും നിരക്ഷരരായ ജനതയും ഭാരതീയർ. അങ്ങനെയും നമ്മളെ പഠിപ്പിച്ചു പോന്നു. വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പലരും എഴുതി വച്ചിട്ടുണ്ട്. ഒരാൾ പറഞ്ഞത്, വേദിക് റിലീജിയൻ റെക്കഗ്നൈസസ് ബട്ട് വൺ ഗോഡ്. ഇറ്റ് ഈസ് എ thoroughly scientific religion where religion and science meet hand in hand. Here theology is based on science and philosophy. പറഞ്ഞത് നമ്മളെ പ്രാകൃതരെന്നും നിരക്ഷരരെന്നും ദരിദ്രവാസികളെന്നും പഠിപ്പിച്ച ബ്രിട്ടീഷുകാരൻ്റെ നാട്ടിൽ തന്നെയുള്ള തത്വശാസ്ത്രജ്ഞനായ W.D. ബ്രൗൺ എന്നയാൾ തന്നെയാണ് ഭാരതീയ മതത്തെക്കുറിച്ച് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. നമ്മൾ ദരിദ്രരെന്നല്ലേ പഠിപ്പിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രവാസികൾ ഭാരതീയരാ. ഒരു ലോകപ്രസിദ്ധനായ ചരിത്രകാരൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ കേസ് ഫോർ ഇന്ത്യ. വിൽ ഡൂറന്റ് എന്ന് പറയുന്ന ലോക ചരിത്രം രചിച്ച അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ കേസ് ഫോർ ഇന്ത്യ എന്ന്. എങ്ങനെയാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി? 1000 കൊല്ലം മുമ്പല്ല, നമ്മളിൽ ചിലരെങ്കിലും പറയുമ്പോൾ പണ്ട് പലതും ഉണ്ടായിരുന്നു, പണ്ട് ആനയുണ്ടായിരുന്നു എൻ്റെ ഉപ്പാപ്പയ്ക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതി. 1000 കൊല്ലം മുമ്പ്, 5000 കൊല്ലം മുമ്പ് നമ്മളായിരുന്നു കേമം, അത് സത്യമാണ്. പക്ഷേ 5000 കൊല്ലം മുമ്പത്തെ അല്ല, 200 കൊല്ലം മുമ്പത്തെ ബ്രിട്ടീഷുകാരൻ ഇവിടെ വരുന്ന നിമിഷം വരെ, 1757 വരെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഭാരതമായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയിരുന്ന രാജ്യം ഭാരതമായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടായിരുന്ന രാജ്യം ഭാരതമായിരുന്നു. ഏറ്റവും കൂടുതൽ വലിയ ഭീമാകാരങ്ങളായ കപ്പൽ നിർമ്മാണ വ്യവസായം നടത്തിയിരുന്ന രാജ്യം ഭാരതമായിരുന്നു. തുണി വ്യവസായം നടത്തിയിരുന്നത്. അങ്ങനെ ഓരോന്നും 1757 വരെ, 57-ൽ ബംഗാളിൽ ഭരണമാരംഭിച്ചപ്പോൾ മുതൽ ഭാരതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ കോടിക്കണക്കിന് പവൻ,
അതിൻ്റെ കണക്കുകൾ ഓരോ വർഷവും കൊണ്ടുപോയത്, ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുപോയത്, 25 വർഷത്തിനുള്ളിൽ കൊണ്ടുപോയത്, 50 വർഷത്തിനുള്ളിൽ കടത്തിക്കൊണ്ടുപോയ കോടിക്കണക്കിന് പവൻ സ്വത്ത്, ലോക രാജ്യങ്ങളെ വിലക്കെടുക്കാൻ കഴിയുന്ന അത്ര വലിയ സമ്പത്താണ് കൊണ്ടുപോയത്. അതുവരെ ഭാരതമായിരുന്നു മുന്നിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ. ആ ഭാരതത്തിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ടു വെറും കടൽ കൊള്ളക്കാരായിരുന്നു ബ്രിട്ടീഷുകാർ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന അവർ പരിഷ്കാരികളെന്ന, അവർ ഹേമന്മാരെന്ന, അവർ ശാസ്ത്രജ്ഞന്മാരെന്ന, അവർ പണ്ഡിതന്മാരെന്ന അല്ല. ഇന്നത്തെ സോമാലിയൻ കടൽ കൊള്ളക്കാരെ പോലെ ലോകത്തിലെ നമ്പർ 1 കടൽ കൊള്ളക്കാർ അവരായിരുന്നു ബ്രിട്ടീഷുകാർ. ആ കടൽ കൊള്ളക്കാർ ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയ, കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്ത് കൊണ്ടുചെന്നതിന് ശേഷമാണ് ലോകം മുഴുവൻ തെണ്ടിയലഞ്ഞ് നടന്നിട്ടും വീട് പുലർത്താൻ കഴിയാത്ത സായിപ്പന്മാർക്ക് ഭാരതത്തിൽ നിന്ന് സമ്പത്ത് കൊണ്ടുപോയതിന് ശേഷമാണ് 2 നേരം ആഹാരം വെച്ച് കഴിക്കുവാൻ കഴിഞ്ഞത്, അവരുടെ അടുക്കളയിൽ തീ പുകയാൻ തുടങ്ങിയത് എന്ന് എച്ച് വിൽസൺ എന്ന ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ എഴുതി വച്ചിട്ടുണ്ട്. KM മുൻഷി എന്ന് പറയുന്ന ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ റൂയിൻ ദാറ്റ് ബ്രിട്ടൻ റോട്ട്. എങ്ങനെയാണ് ഭാരതത്തെ ദരിദ്രീകരിച്ചത്, നശിപ്പിച്ചത് എന്ന് ഈ കണക്കുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹവും എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ദരിദ്രരായിരുന്നു, പക്ഷെ അങ്ങനെ പഠിപ്പിച്ചത്. നമ്മൾ നിരക്ഷരായിരുന്നു, അങ്ങനെയും പഠിപ്പിച്ചു. ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന ധരംപാൽ എന്ന ഒരു മഹാപണ്ഡിതൻ എഴുതിയ പുസ്തകമുണ്ട്. അത് മുഴുവൻ നമ്മൾ പഠിക്കേണ്ടതാണ്. ആ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാർ കളക്ടർമാർ എഴുതി വെച്ച കണക്കുകളുണ്ട്. ഭാരതത്തിലെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവർ ചെയ്ത ഒരു നല്ല കാര്യം, നിലവിൽ ഭാരതത്തിൽ എന്താണ് ഉള്ളത് എന്ന് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഭാരതത്തിൽ നിലവിലുള്ള വിദ്യാലയങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, ജാതി തിരിച്ചുള്ള എണ്ണം, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ എണ്ണം, അവരുടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഓരോന്നും വിഷയം തിരിച്ച്, ജാതി തിരിച്ച്, മതം തിരിച്ച് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് കളക്ടർമാർ. ആ ബ്രിട്ടീഷ് കളക്ടർമാർ ശേഖരിച്ച ഈ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ധരംപാൽ എഴുതിയ പുസ്തകം ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന്. നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നത്ര വിദ്യാലയം ലോകത്ത് മറ്റെവിടെയും ഉണ്ടായിരുന്നില്ല. ഞാൻ നളന്ദയെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ തക്ഷശിലയെക്കുറിച്ചല്ല പറയുന്നത്, 200 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഗ്രാമവിദ്യാലയങ്ങളെക്കുറിച്ച്, കലാലയങ്ങളെക്കുറിച്ച്, സർക്കാർ നിയന്ത്രിതമല്ലാതിരുന്ന വിദ്യാലയങ്ങളെക്കുറിച്ച്. ബ്രിട്ടീഷുകാരൻ ഇത് നശിപ്പിക്കുവാനാണ് സർക്കാർ വിദ്യാലയം ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അതിനുശേഷമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഇല്ലാതെയായത്. ഇത്ര ചതുരമുള്ള കെട്ടിടം വേണം, ഇത്ര പൊക്കമുള്ള ജനൽ വേണം എന്നൊക്കെ തീരുമാനിച്ചത് പിന്നീടാണ്. അതല്ലാത്ത ഗ്രാമവിദ്യാലയങ്ങൾ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. നാം വിദ്യാഭ്യാസത്തിൽ പിറകിലായിരുന്നോ? 200 കൊല്ലം മുമ്പ് ആയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രാകൃത ജനത ഭാരതീയരാണെന്ന്, പാഗൻ റിലീജിയൻ, അങ്ങനെ ഒരു വാക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ സർവകലാശാലയിൽ? ഞാൻ ഭാരതത്തിൽ നെടുകയും കുറുകയും സഞ്ചരിച്ചു. ഒരു തെരുവ് തണ്ടിയെപ്പോലും, ഒരു ഭിക്ഷക്കാരനെ പോലും, ഒരു കള്ളനെ പോലും എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. സച്ച് വെൽത്ത് ഐ ഹാവ് സീൻ ഇൻ ദിസ് കൺട്രി, സച്ച് മോറൽ വാല്യൂസ്, പീപ്പിൾ ഓഫ് സച്ച് കാലിബർ ദാറ്റ് ഐ ഡു നോട്ട് തിങ്ക് വി വുഡ് എവർ കോൺകർ ദിസ് കൺട്രി. ഇത്രയും സമ്പന്നമായ ഒരു രാജ്യം, ഇത്രയും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളുള്ള ഒരു ജനത, ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു ജനസമൂഹം, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കീഴടക്കി ഭരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ത് ചെയ്തില്ലെങ്കിൽ, അൺലെസ് വി ബ്രേക്ക് ദ വെരി ബാക്ക് ബോൺ ഓഫ് ദിസ് നേഷൻ, ഈ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലിനെ തകർത്താൽ അല്ലാതെ ഇതിനെ കീഴടക്കി ഭരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതാണ് ഈ നട്ടെല്ല്? വിച്ച് ഈസ് ഹെർ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ആധ്യാത്മികവും സാംസ്കാരികവുമായ പൈതൃകമാണ്, പാരമ്പര്യമാണ് ഭാരതത്തെ നിലനിർത്തിക്കൊണ്ടു പോണത്. അതിനെ തകർക്കണമെങ്കിൽ, ഭാരതത്തിനെ തകർക്കണമെങ്കിൽ, ആ ഭാരതീയ ജനതാ ജീവിതത്തെ താങ്ങി നിർത്തുന്ന, പിടിച്ചു നിർത്തുന്ന ആധ്യാത്മിക മൂല്യങ്ങളെ തകർക്കണം. അതിനോട് മതിപ്പില്ലാത്ത മനുഷ്യർ വളർന്നു വരണം. അത് മാത്രമാ വഴി. ആൻഡ് ദെർഫോർ അതിനെന്ത് ചെയ്യണം? I propose that we replace her old and ancient education system. അതുകൊണ്ട് അവളുടെ പ്രാചീനമായ പഴക്കം ചെന്ന ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റി തീർക്കുക മാത്രമാണ് വഴി. അങ്ങനെ ചെയ്താൽ her education system, her culture. For if the Indians think that all that is foreign and English is good and greater than their own, അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയാൽ
വൈദേശികമായിട്ടുള്ളതൊക്കെയാണ് ക്ഷേമമായിട്ടുള്ളത്. സായിപ്പിൻ്റെ വേഷമാണ് നല്ലത്, സായിപ്പിൻ്റെ ഭാഷയാണ് ശ്രേഷ്ഠം, അവനെപ്പോലെ ആഘോഷങ്ങൾ നടത്തുന്നതാണ് പരിഷ്കാരം എന്ന് വിചാരിക്കുന്നവരായി ഭാരതീയരെ മാറ്റാൻ കഴിയും. അവരുടേത് വളരെ മോശമാണ്, അപരിഷ്കൃതമാണ് എന്ന് ഭാരതീയരെ അവർ ചിന്തിക്കുവാൻ തുടങ്ങും. ഇങ്ങനെ പഠിപ്പിച്ചാൽ, അങ്ങനെ ചെയ്താൽ their native culture, their native self culture, and they will become what we want them, a truly dominated nation. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അധീശത്വമുള്ള ഒരു സാമ്രാജ്യമായി ഇന്ത്യയെ മാറ്റിത്തീർക്കാൻ കഴിയൂ. അതിന് ചെയ്യേണ്ടത് അവരുടെ ചിന്താഗതിയെ മാറ്റിത്തീർക്കുക, അവരുടെ ആശയങ്ങളെ, മൂല്യങ്ങളെ, അമ്മയെന്ന, കുടുംബമെന്ന, ഗുരുവെന്ന, പ്രകൃതിയെന്ന, ഈശ്വരനെന്ന മഹാസങ്കല്പങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന വിദ്യാഭ്യാസം നൽകണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് തീരുമാനിച്ചതിന് വേറൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം നാം തിരിച്ചറിയണം. എന്തുകൊണ്ടിങ്ങനെ പഠിപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു? അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതിനു മുൻപും അന്ന് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പണ്ഡിതനായൊരു മനുഷ്യൻ രാജാറാം മോഹൻ റോയി ആയിരുന്നു. ലോകഭാഷകൾ മുഴുവൻ പഠിച്ചിട്ടുള്ള, സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ചരിത്രം പഠിച്ചിട്ടുള്ള രാജാറാം മോഹൻ റോയ് എന്ന മഹാപണ്ഡിതൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ച മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതനെ മതം മാറ്റുവാൻ, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ശീലം, കേമന്മാരെ മതം മാറ്റിയാൽ, നല്ല സാഹിത്യകാരിയെ മതം മാറ്റിയാൽ, വലിയ എഴുത്തുകാരി മതം മാറി, പിന്നെ ബാക്കിയുള്ളവർക്ക് മാറിയാൽ എന്നാ കുഴപ്പം? വലിയ നേതാക്കന്മാർ മതം മാറിയാൽ അനുയായികളെ മാറ്റാൻ എളുപ്പമാ. ജാതി നേതാക്കന്മാരെ മതം മാറ്റിയാൽ സമുദായത്തെ മുഴുവൻ മാറ്റാം. പ്രാമാണികന്മാരെ, സന്യാസിമാരെ, മഹാപുരുഷന്മാരെ മതം മാറ്റിയാൽ പിന്നീട് ജനങ്ങളെ കാണിക്കാവല്ല, കണ്ട ഗാന്ധി മാറി, പിന്നെ നിങ്ങൾക്കാണോ കുഴപ്പം എന്ന് ചോദിച്ചുകൂടെ? ഗാന്ധിയെ മതം മാറ്റാൻ ശ്രമിച്ചില്ലേ? നാരായണ ഗുരുവിനെ മതം മാറ്റാൻ ശ്രമിച്ചില്ലേ? അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ചില്ലേ? അംബേദ്കറെ മതം മാറ്റാൻ ശ്രമിച്ചില്ലേ? എന്തിന്? ഇവരെയൊക്കെ കാണിച്ചുകൊണ്ട് അംബേദ്കർക്ക് മാറാം, അത്രയും പണ്ഡിതനായ അംബേദ്കർക്ക് മാറാമെങ്കിലാണോ ഈ പിറ നിനക്ക് മാറിക്കൂടെ എന്ന് ചോദിക്കുവാൻ എളുപ്പമാ. അതുകൊണ്ടാണ് മഹാപുരുഷന്മാരെ, മഹാപണ്ഡിതന്മാരെ ആദ്യം മതം മാറ്റുവാൻ ശ്രമിച്ചത്. അങ്ങനെ മതം മാറ്റുവാൻ ശ്രമിച്ചു രാജാറാം മോഹൻ റോയിയെ. ആര്? ലണ്ടൻ മിഷൻ സൊസൈറ്റി, LMS. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ പേരുകൾ. ആ ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ വലിയ പണ്ഡിതനായ റവറൻഡ് വില്യം ആദം എന്ന സുവിശേഷ പ്രവർത്തകനെ 1818 മാർച്ച് 19-ാം തീയതി ഇന്ത്യയിലേക്ക് അയച്ചു. എന്തിന്? രാജാറാം മോഹൻ റോയിയെ മതം മാറ്റുവാൻ. അദ്ദേഹം വന്നു, സംവദിച്ചു. രാജാറാം മോഹൻ റോയിയായിട്ട് വാദപ്രതിവാദം, മതത്തെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച്. ലോകത്തിലെ ഏറ്റവും പരിഷ്കൃത മതം ഞങ്ങളുടേതാണ് എന്നവകാശപ്പെടുന്നവർ തെരുവിൽ കണ്ടമാനം നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടേതാണ് ശരിയായ ദൈവം, സത്യദൈവം. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഈ സത്യക്രിസ്ത്യാനി എന്നൊരു പ്രയോഗമുണ്ടല്ലോ, നുണക്രിസ്ത്യാനി വേറെ ഉണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഏതായാലും ഈ സത്യദൈവം എന്ന് പറയുന്നത് പോലെ അസത്യദൈവങ്ങൾ വേറെ